തിരുവല്ലയിലെ സ്പാ കൂട്ടബലാത്സംഗത്തിൽ യുവതി നേരിട്ടത് അതിക്രൂര പീഡനം. പ്രതികളായ സുബിൻ അലക്സാണ്ടറും കൂട്ടാളികളും തന്നെ ശാരീരികമായി മർദ്ദിച്ച് ബലാത്സംഗം ചെയ്തെന്ന് അതിജീവിത പറഞ്ഞു. പിന്നിൽ കൊട്ടേഷനാണെന്ന് സംശയിക്കുന്നതായി സ്ഥാപന ഉടമ പ്രതികരിച്ചു. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഗുണ്ടാപിരിവ് ആവശ്യപ്പെട്ട് സ്പായിലെത്തിയ 6-അംഗ സംഘം സ്പാ ജീവനക്കാരിയെ അതിക്രൂരമായാണ് പീഡിപ്പിച്ചത്. മർദ്ദിച്ച ശേഷം റൂമിലേക്ക് വലിച്ചു കൊണ്ടുപോയി. കഴുത്തിൽ കത്തിവെച്ച് ബലാത്സംഗം ചെയ്തെന്ന് അതിജീവിത പറഞ്ഞു. എന്നോട് പറഞ്ഞു ഡ്രസ്സെല്ലാം അഴിക്കാൻ പറഞ്ഞു. തൊട്ടക്കുഴിയിൽ ഇങ്ങനെ കത്തി കുത്തി വെച്ചിരിക്കുക. ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ ഇട്ടിരുന്ന ആ റോസ് കളറിന്റെ ചുരിദാർ പെട്ടെന്ന് ഞാൻ തന്നെ ഊരി. എന്നിട്ട് അവനും അവന്റെ ഡ്രസ്സ് ഊരി എന്നെ ക്രൂരമായെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഇൻഫെക്ഷനും കാര്യങ്ങളും ശരീരം വേദനയും. അപ്പൊ തന്നെ അവൻ ഫോണിൽ സെൽഫി എടുത്തു, ഡ്രസ്സൊന്നും ഇല്ലാത്ത സെൽഫി എടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ നിന്റെ സാറിനെ കൊണ്ട് 3 ലക്ഷം രൂപ ഇടിയിച്ചില്ലെങ്കിൽ ഇത് ഇപ്പൊ തന്നെ ലൈവ് ആവുമെന്ന് പറഞ്ഞു. സംഭവത്തിൽ സഹപ്രവർത്തകയെ സംശയിക്കുന്നതായി അതിജീവിത പറയുന്നു. ഗുണ്ടകളുടെ നരനായാട്ടിന് പിന്നിൽ കൊട്ടേഷനാണെന്ന സംശയത്തിലാണ് സ്ഥാപന ഉടമ. കൊട്ടേഷൻ ആണെന്നുള്ളതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. വന്നപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് കൊട്ടേഷൻ ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഡോറ് ഫുള്ള് ക്ലോസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് 1-ാം നില വെച്ചിട്ടാണ് ഈ സംഭവം. മാത്രമല്ല നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊട്ടേഷൻ ആണോ എന്നുള്ള കാര്യത്തിൽ അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ മാസപ്പടി വാങ്ങിയെന്ന ആരോപണം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പത്തനംതിട്ട SP R ആനന്ദ് പറഞ്ഞു. വകുപ്പ് തല അന്വേഷണം നടപടിയെടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഉദ്യോഗസ്ഥരെ സസ്പെൻഷനടക്കം ഉള്ളതാണ്. 1 മാസം മുൻപ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ സംഭവത്തിൽ നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. SHO അടക്കമുള്ള ടീം ദേ ആക്ടഡ് വെൽ. ഇനി അന്വേഷണം നല്ല രീതിയിൽ പോകും. ഈ മാസം 1-നാണ് സുബിനും സംഘവും സ്പായിൽ അതിക്രമിച്ചു കയറി 50,000 രൂപ ആവശ്യപ്പെട്ടത്. തുക ലഭിക്കാതായതോടെയാണ് വനിതാ ജീവനക്കാരിയെ പീഡനത്തിന് ഇരയാക്കിയത്. മീഡിയ 1 പത്തനംതിട്ട.